മുമ്പ് 7 മിനിറ്റ് കണ്ട വീഡിയോയുടെ ബാലൻസ് ആണിത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അഡ്ജോയിൻറ്റ് കാണുന്നത് എങ്ങനെയാണെന്നാ പഠിച്ചത്. അഡ്ജോയിൻറ്റ് കാണാൻ ചെയ്യേണ്ടത് ആ മെട്രിക്സിലെ എല്ലാ എലമെൻറ്റിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ കോഫാക്ടർ എഴുതി ട്രാൻസ്പോസ് എടുത്തുണ്ടാകും. അപ്പോൾ അതിൻ്റെ ബാക്കി പ്രോബ്ലം ഇഫ് എ ഈക്വൽ ടു മെട്രിക്സ് 2 3 -4 -6 വെരിഫൈ ദാറ്റ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ ഈക്വൽ ടു അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു എ ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഐ. If A equal to matrix 2 3 -4 6 verify that A into adjoint of A equal to adjoint of A into A equal to determinant A into I. ഇത് പ്രൂവ് ചെയ്യാൻ അപ്പോൾ എ എന്ന് പറഞ്ഞ മെട്രിക്സ് എന്തിനോട്ട് വെരിഫൈ ദാറ്റ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു എ ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു. അപ്പം നമ്മൾ കാണേണ്ടത് ആദ്യം എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ കാണണം, അതിനുശേഷം അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു എ കാണണം, അത് 2 ഈക്വൽ ആയിരിക്കണം. പിന്നീട് കണ്ട ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഐ, ഇത് 3 ഈക്വൽ ആയിരിക്കണം. അപ്പോൾ എ തന്നിട്ടുണ്ട് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എയും അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു എയും ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഐ, ഇത് 3 ഈക്വൽ ആയിരിക്കണം. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് എന്നാൽ ഈ 3 കാര്യങ്ങൾ ഈക്വൽ ആണെന്ന് തെളിയിക്കാൻ എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എയും അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു ഐയും ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഐ. നമുക്ക് കാണാം എന്തായാലും നമുക്ക് ആദ്യം അഡ്ജോയിൻറ്റ് ഓഫ് എ വേണം. 2/2 ഡിറ്റർമിനൻറ്റ് ആൻഡ് അഡ്ജോയിൻറ്റ് ഓഫ് എ കാണാൻ എളുപ്പം. ഡയഗണൽസ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റുക. -6 -3 4 2 ഈ 2 എലമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. -6 2 ഈ 2 എലമെൻറ്റിൻ്റെ ചിഹ്നം ഓപ്പോസിറ്റ് ആക്കി. +3 എന്നുള്ളത് -3, 4 എന്നുള്ളത് -4 എന്നുള്ളത് +4 ആയി. ചിഹ്നം ഓപ്പോസിറ്റ് ആക്കി. നമുക്ക് ആദ്യം എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ കാണാം. എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ ഈക്വൽ ടു എ 2 3 -4 -6 ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ -6 -3 4 2 രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. റോയെ കോളം ഉണ്ട്. 2 × -6 -12 +12 ഈ റോയിൽ കൂടെ ഉണ്ട്. പിന്നെ 2 × -3 -6 +6 അടുത്ത -4 × 4 -4 × -6 +24 -24 +12 -12 എൻ്റെ ആൻസറാണ് 0 0 0 0. എല്ലാ എലമെൻറ്റും 0 0 0 എന്നുള്ളത്. ഇപ്പോൾ എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ കിട്ടി. അടുത്ത വേണ്ടി അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു എ അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു എ. അപ്പോൾ ആദ്യം അഡ്ജോയിൻറ്റ് ഓഫ് എ എഴുതണം. -6 -3 4 2 ഇൻറ്റു വീണ്ടും എ 2 3 -4 2 3 -4 -6 മൾട്ടിപ്ലൈ നോക്കാം. -12 +12 -18 +18 +8 -8 12 -12 ചെയ്യുമ്പോഴത്തേനും 0 0 0 0 0 0 0 0. ഇപ്പോൾ എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു ഐ. അടുത്ത വേണ്ടി ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഐ. അതിനുവേണ്ടി ആദ്യം ഡിറ്റർമിനൻറ്റ് എ കാണാം. ഡിറ്റർമിനൻറ്റ് എ ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് 2 3 -4 -6 2 × -6 -12 -3 × -4 × 3 -12 രണ്ടും പ്ലസ് ആയിട്ട് 0 കിട്ടും. ഇനി ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഐ ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഐ ഡിറ്റർമിനൻറ്റ് എ 0 0 × ഐ മെട്രിക്സ് 1 0 0 1 അതോടെ മൾട്ടിപ്ലൈ ചെയ്താൽ എല്ലാം 0 ആയി. മെട്രിക്സ് 0 ആയിക്കോളും. 0 0 0 0 0 0 ഫുൾ 0 ആയി. അപ്പോൾ നമുക്ക് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ എല്ലാം 0 കിട്ടി. അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു എല്ലാം 0 കിട്ടി. ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഐ 0 കിട്ടി. അപ്പോൾ ഏറ്റവും അവസാനം therefore എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ ഈക്വൽ ടു അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു എ ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഐ. അങ്ങനെ അത് ശരിയായി. അപ്പോൾ നമ്മൾ ആദ്യം 3 കാര്യങ്ങൾ കണ്ടുപിടിച്ചത് 3 ഈക്വലായി. എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എയും അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു എയും ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഐയും ഈക്വലായി. ഇപ്പം നമ്മൾ പഠിച്ച ഒരു മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് കാണുന്നതിന് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് കാണാൻ ചെയ്യേണ്ടത് ആ മെട്രിക്സിലെ എല്ലാ എലമെൻറ്റിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ കോഫാക്ടർ എഴുതുക, അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് സിംഗുലർ ആൻഡ് നോൺ സിംഗുലർ മെട്രിക്സസ്. സിംഗുലർ ആൻഡ് non-singular matrix.
സിംഗുലർ ആൻഡ് നോൺ സിംഗുലർ മെട്രിക്സസ്. അപ്പോൾ എ ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതിന് സിംഗുലർ മെട്രിക്സ് ആവുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഡിറ്റർമിൻ്റ് കണ്ടുപിടിച്ച് പോകണം. ഡിറ്റർമിൻ്റ് ഈക്വൽ ടു 0 ആണ് ആ എ അറിയപ്പെടുന്നത് സിംഗുലർ മെട്രിക്സ്. അപ്പോൾ ഒരു മെട്രിക്സ് സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ എ സ്ക്വയർ മെട്രിക്സ് എ ഇസ് സെഡ് ടു ബി സിംഗുലർ ഇഫ് ഡിറ്റർമിൻ്റ് എ ഈക്വൽ ടു 0. ഒരു മെട്രിക്സ് സിംഗുലർ ആവുമെന്ന് നോക്കാൻ ചെയ്തിട്ട് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആയാൽ മതി. ഇപ്പോൾ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണ് അതിനെ അറിയപ്പെടുന്നത് നോൺ സിംഗുലർ മെട്രിക്സ് ആണ്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണ് അത്ര മെട്രിക്സിനെ അറിയപ്പെടുന്നത് നോൺ സിംഗുലർ മെട്രിക്സ്. അപ്പോൾ സിംഗുലർ മെട്രിക്സും നോൺ സിംഗുലർ മെട്രിക്സ്. അപ്പോൾ ഒരു മെട്രിക്സ് എപ്പോഴാണ് സിംഗുലർ ആവുന്നതെന്ന് ചോദിച്ചാൽ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0. ഇപ്പോഴാണ് നോൺ സിംഗുലർ ആവുന്നതെന്ന് ചോദിച്ചാൽ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നോട്ട് ഈക്വൽ ടു 0 എന്നാൽ നോൺ സിംഗുലർ ആവും ഓർത്താൽ മതി. അപ്പോൾ സിംഗുലർ മെട്രിക്സും നോൺ സിംഗുലർ മെട്രിക്സും. സിംഗുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0. നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0. അടുത്ത ക്വസ്റ്റ്യൻ. Is the matrix A equal to 4 3 minus 1 2 is singular? ഇത് സിംഗുലർ ആണ്. ഒറ്റ കാര്യമുള്ളൂ, ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ച് നോക്കുക. ഡിറ്റർമിനൻറ്റ് 4 3 minus 1 2 that is 8 minus 3 11 not equal to 0. അതുകൊണ്ട് എന്തോ അല്ല ഈ സ്ക്വയർ മെട്രിക്സ് സിംഗുലർ. therefore A is not singular. എന്തോ അല്ല സിംഗുലർ അല്ല. അപ്പോൾ സിംഗുലർ ആണെന്ന് നോക്കാൻ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ച് നോക്കുക. 0 കിട്ടുവാണെങ്കിൽ സിംഗുലറും നോട്ട് ഈക്വൽ ടു 0 കിട്ടിയാൽ നോൺ സിംഗുലർ. ഇവിടെ നമുക്ക് എന്നിട്ട് സിംഗുലർ ആണെന്ന് നോക്കാൻ. അപ്പോൾ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ച് കിട്ടിയ ആൻസർ 8 11 ആണ്. അത് നോട്ട് ഈക്വൽ ടു 0 ആയി. അതുകൊണ്ട് അതെന്തോ അല്ല സിംഗുലർ അല്ല. അത് വേണമെങ്കിൽ നമുക്ക് നോൺ സിംഗുലർ ആണെന്ന് പറയാം. അടുത്തൊരു ക്വസ്റ്റ്യൻ. For what value of x the matrix A equal to 1 minus 2 x2 is singular. For what value of x the matrix A equal to 1 minus 2 x2 is singular. Xന് ഏത് വാല്യൂ കൊടുത്താൽ ഈ മെട്രിക്സ് സിംഗുലർ മെട്രിക്സ് ആവുന്നു. For what value of x the matrix A equal to 1 minus 2 x2 is singular. Xന് ഏത് വാല്യൂ കൊടുത്താൽ ഈ മെട്രിക്സ് സിംഗുലർ ആവുന്നു. എന്തായാലും സിംഗുലർ മെട്രിക്സ് ആവണേ എന്തോ സംഭവിക്കണം, സിംഗുലർ മെട്രിക്സ് ആവണമെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കണം. അപ്പോൾ എക്സിന് ഏത് വാല്യൂ കൊടുത്താൽ ഈ മെട്രിക്സ് സിംഗുലർ ആവും എന്നാ ക്വസ്റ്റ്യൻ. ഫോർ വാട്ട് വാല്യൂ ഓഫ് എക്സ് ഇസ് എ മെട്രിക്സ് എ ഈക്വൽ ടു 1 minus 2 x2 ഈസ് സിംഗുലർ. സിംഗുലർ ആവണേ നമുക്കറിയാം ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കണം. എന്തായാലും ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ച് നോക്കാം. ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് 1 minus 2 x2. ഡിറ്റർമിനൻറ്റ് 1 minus 2 x2. ഇതിൻ്റെ ആൻസർ കാണാൻ പോയാൽ 1 into 2 2 minus 2 into minus 2 minus 2x. അപ്പോൾ ആൻസർ 2 plus 2x എന്ന് കിട്ടും. നമ്മൾ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ച് നോക്കി. ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ച് ഏത് തന്നിരിക്കുന്നത് ഇതാ 1 minus 2 x2. എക്സിൻ്റെ ഏത് വാല്യൂന് ഇത് സിംഗുലർ ആവുന്നത് നമ്മൾ ആദ്യം ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ച് നോക്കി. ഡിറ്റർമിനൻറ്റ് 1 minus 2 x2 ദാറ്റ് ഈസ് 1 into 2 minus 2 into minus 2 minus 2x കൂട്ടിട്ട് 2 plus 2x. എന്തായാലും എ സിംഗുലർ ആവണം എന്തോ സംഭവിക്കണം. ഇഫ് ദ മെട്രിക്സ് എ ഈസ് സിംഗുലർ ആവണമെങ്കിലോ ഡിറ്റർമിനൻറ്റ് എന്തോ ആയിരിക്കണം 0. സിംഗുലർ ആവണേ ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കണം. നമുക്ക് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയത് 2 plus 2x ആണ്. ദാറ്റ് ഈസ് 2 plus 2x ഈക്വൽ ടു 0. അങ്ങനെ 2x ഈക്വൽ ടു -2, x ഈക്വൽ ടു -2/2. ആൻസർ -1 എന്ന് കിട്ടും. അപ്പോൾ എക്സിന് -1 കൊടുത്താൽ ഈ മെട്രിക്സ് എന്തോ ആയിക്കോളും, സിംഗുലർ ആയിക്കോളും. അതൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 ആവണം. അപ്പോൾ നമ്മൾ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ച് നോക്കി. 2 plus 2x കിട്ടി. ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് x ഈക്വൽ ടു -1. അപ്പോൾ എക്സിന് -1 കൊടുക്കുമ്പോൾ ഈ ഡിറ്റർമിനൻറ്റ് സിംഗുലർ ആയിക്കോളും. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ്. ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് തോന്നുന്നു? ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ്. അപ്പോൾ എ ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതിൻ്റെ എ ഇൻവേഴ്സിനെ നമ്മൾ എഴുതുന്നത് ഇങ്ങനെ എ എഴുതുമ്പോൾ ചെറിയ -1. ഇത് വായിക്കുന്ന എ ഇൻവേഴ്സ് ആണ്. അപ്പോൾ എ ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതിൻ്റെ ഇൻവേഴ്സിനെ സൂചിപ്പിക്കുന്നത് ആദ്യമായിട്ട് എൻ്റെ സിമ്പിൾ എ എഴുതി മേളിൽ ഒരു ചെറിയ -1. അത് വായിക്കുന്നത് എ ഇൻവേഴ്സ്. ഈ എ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ ഇഫ് എ സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഐ ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അല്ല ഇതിനെ വേണമെങ്കിൽ ബി എന്ന് വായിക്കാം. എ ഇൻറ്റു ബി ഈക്വൽ ടു ഐ ഈക്വൽ ടു ബി ഇൻറ്റു എ.
അതിനകത്ത് ബി എ നമുക്ക് എയുടെ ഇൻവേഴ്സ് എന്ന് പറയാം. അതിന് നമ്മൾ സിമ്പിൾ വെച്ച് ഇങ്ങനെ എഴുതിയാൽ എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഐ ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു. ഇപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മെട്രിക്സ് നമ്മൾ അറിയപ്പെടുന്നത് അതിൻ്റെ ഇൻവേഴ്സ്. അപ്പോൾ ഒരു മെട്രിക്സ് ആണ് അതിൻ്റെ ഇൻവേഴ്സിനെ ഇങ്ങനെ സൂചിപ്പിക്കാം. ഇൻവേഴ്സ് ആവണമെങ്കിൽ എയും ആ എ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ കിട്ടണം. തിരിച്ച് എ ഇൻവേഴ്സും എയുടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഐ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മെട്രിക്സ് നമ്മൾ അറിയപ്പെടുന്നത് അതിൻ്റെ ഇൻവേഴ്സ്. അല്ലെ വേറെ ഇത് പറഞ്ഞാൽ എ ഇൻറ്റു ബി ഈക്വൽ ടു ഐ ഈക്വൽ ടു ബി ഇൻറ്റു എ. അങ്ങനെയാണെങ്കിൽ ബി എ നമുക്ക് പറയാം എയുടെ രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡൻറ്റി മെട്രിക്സ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ബി എ നമുക്ക് പറയാം എയുടെ ഇൻവേഴ്സ് എന്ന് പറയാം. ഇപ്പോൾ രണ്ട് മെട്രിക്സ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡൻറ്റി മെട്രിക്സ് കിട്ടുവാണെങ്കിൽ അത്ര മെട്രിക്സ് നമ്മൾ അറിയപ്പെടുന്നത് അതിൻ്റെ ഇൻവേഴ്സ്. അപ്പോൾ എയുടെ ഇൻവേഴ്സ് ആണ് എ ബി ഈക്വൽ ടു ഐ ഈക്വൽ ടു ബി. അതിന് വേറെ കാര്യമുണ്ട്. എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ എയും അതിൻ്റെ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡൻറ്റി മെട്രിക്സ് കിട്ടണം. ഇനി എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണെന്ന് ചോദിച്ചാൽ എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻറ്റ്. എ ഒരു മെട്രിക്സ് ആണ്, അതിൻ്റെ ഇൻവേഴ്സ് ആണ് ഇക്വേഷൻ. എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻറ്റ്. അപ്പോൾ എ ഒരു മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അഡ്ജോയിൻറ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻറ്റ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാ ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻറ്റ്. അതിൻ്റെ അഡ്ജോയിൻറ്റ് ഓഫ് എ ആണോ ഡിറ്റർമിനൻറ്റ് ആണോ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇത് പറഞ്ഞാൽ എ ഒരു മെട്രിക്സ് ആണ്, എ ഇൻവേഴ്സിനെ ഇങ്ങനെ സൂചിപ്പിക്കാം. പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷനാണ് എ ഇൻവേഴ്സ് കാണുന്ന ഇക്വേഷൻ. എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻറ്റ്. അഡ്ജോയിൻറ്റ് കാണാൻ നിങ്ങൾക്കറിയാം. എല്ലാ എലമെൻറ്റിനെയും അതിൻ്റെ കോഫാക്ട് എഴുതി ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അഡ്ജോയിൻറ്റ് കിട്ടും. ഡിറ്റർമിൻ്റെ കാണാൻ നിങ്ങൾക്കറിയാം. അപ്പോൾ എ അഡ്ജോയിൻറ്റ് ഓഫ് എ ഡിറ്റർമിൻ്റെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഇൻവേഴ്സ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് പറഞ്ഞാൽ എന്തുവാ, എ ഒരു മെട്രിക്സ് ആണ്, ബി അതിൻ്റെ ഇൻവേഴ്സ് ആവണേ. എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ കിട്ടണം, തിരിച്ച് ബി എ ആയിരിക്കണം. അതാണ് അതിനെ അറിയപ്പെടുന്നത് അതിൻ്റെ ഇൻവേഴ്സ്. എ ബി ഈക്വൽ ടു ഐ ഈക്വൽ ടു ബി എ. അങ്ങനെ ബി എ നമുക്ക് എയുടെ ഇൻവേഴ്സ് പറയാം. അതിനെ സൂചിപ്പിക്കുന്നത് എഴുതി മേളിൽ ചെറിയ മൈനസ് ഉണ്ട്, അത് വായിക്കുന്നത് എ ഇൻവേഴ്സ്. ഇനി അറിയേണ്ടത് എ ഒരു മെട്രിക്സ് അതിൻ്റെ ഇൻവേഴ്സ് കാണുന്നത് എങ്ങനെയാണ് അഡ്ജോയിൻറ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻറ്റ്. എ ഇൻവേഴ്സ് കാണുന്നത് അഡ്ജോയിൻറ്റ് ഓഫ് എ ബൈ അഡ്ജോയിൻറ്റിനെ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാൽ മതി. എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻറ്റ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് അറിഞ്ഞിരിക്കണം. ഡിറ്റർമിനൻറ്റ് 0 ആകണം. ഡിറ്റർമിനൻറ്റ് 0 ആയാൽ നമുക്ക് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇൻവേഴ്സ് എക്സ് ചെയ്യൂ. അതായത് എ ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആയിരിക്കണം. അപ്പോൾ എല്ലാ മെട്രിക്സിനും ഇൻവേഴ്സ് ഇല്ല. നോൺ സിംഗുലർ മെട്രിക്സിന് എന്തോ ഉള്ളൂ, ഇൻവേഴ്സ് ഉള്ളൂ. എല്ലാ മെട്രിക്സിനും ഇൻവേഴ്സ് ഇല്ല, നോൺ സിംഗുലർ മെട്രിക്സിന് ഇൻവേഴ്സ് ഉള്ളൂ. അപ്പോൾ എ ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണ്. എ ഇൻവേഴ്സ് ആണ് ഇക്വേഷൻ അഡ്ജോയിൻറ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻറ്റ്. അഡ്ജോയിൻറ്റിനെ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അന്നേരം വേറെ കാര്യം അറിഞ്ഞിരിക്കണം, എ എന്തൊരു മെട്രിക്സ് ആയിരിക്കണം, നോൺ സിംഗുലർ മെട്രിക്സ് ആയിരിക്കണം. ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം, എങ്കിലേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ ഡിറ്റർമിനൻറ്റ് അത് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആയിരിക്കണം. അപ്പോൾ എല്ലാ മെട്രിക്സിനും ഇൻവേഴ്സ് ഇല്ല, നോൺ സിംഗുലർ മെട്രിക്സിന് ഇൻവേഴ്സ് ഉള്ളൂ. അത് കാണുന്ന ഇക്വേഷൻ അഡ്ജോയിൻറ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻറ്റ് എ.